എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ യങ് ഇന്ത്യൻസ്? എപ്പോഴും എൻ്റെ സ്റ്റാറ്റസുകളിലും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കാണുന്ന ഒരു പേരാണ് യങ് ഇന്ത്യൻസ്. ബേസിക്കലി യങ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ഹൂസ് ഓവർ ദ ഏജ് ഓഫ് 18 ആൻഡ് ബിലോ ദ ഏജ് ഓഫ് 40. 40 ആയാലും 45 വരെ നമ്മൾ ടോളറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ വയ്യയിന്ന് പുറത്താകും എന്നുള്ളതാണ് യങ് ഇന്ത്യൻസിൻ്റെ നിയമം. ഇപ്പോൾ ഈ പറയുന്ന റീസെൻ്റ്ലി നമ്മുടെ പുതിയ ലീഡർഷിപ്പ് ജോയിൻ ചെയ്തു. നമ്മുടെ യങ് ഇന്ത്യൻസിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പരിപാടിയാണ് കോവളം മാരത്തോൺ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ആദ്യമായി ഒരു ഫുൾ മാരത്തൺ നടത്തുന്നത് യങ് ഇന്ത്യൻസ് ആണ്. അതിനുശേഷം അതിൻ്റെ ചുവട് പിടിച്ച് ഒരുപാട് പേര് ഇതിൻ്റെ അത് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് എയർ കാനഡയുടെ ഇന്ത്യ ഓപ്പറേഷൻസ് ഹെഡാണ്. അപ്പോൾ ബേസിക്കലി യങ് ഇന്ത്യൻസ് ഇസ് ബിൽഡ് അപ്പോൺ 3 ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോം. ഒന്ന് യൂത്ത് ലീഡർഷിപ്പ്, 2 നേഷൻ ബിൽഡിംഗ് ആൻഡ് തോട്ട് ലീഡർഷിപ്പ്. അപ്പം യൂത്ത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിളാണ്, ലീഡേഴ്സ് ആർ നോട്ട് ബോൺ ബട്ട് ദേ ആർ മെയ്ഡ്. അപ്പം നമ്മളൊരു ലീഡർ ആക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. 2 നേഷൻ ബിൽഡിംഗ്, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിൽ നമ്മുടെ ഇൻ്റർഫിയറൻസ് വേണം, എന്നാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുകയുള്ളൂ. 3 തോട്ട് ലീഡർഷിപ്പ്, നമ്മുടെ ചിന്താഗതി വളരണം, എന്നാൽ മാത്രമേ നമുക്ക് നാടിനെ നന്നാക്കാൻ പറ്റൂ. ഒബ്വിയസ്ലി നമ്മുടെ ഫൺ ഇതിൻ്റെ ഒരു ഇൻഗ്രറ്റൽ പാർട്ടാണ്. അപ്പോൾ തീർച്ചയായും അടിച്ചുപൊളി ഇതിൻ്റെ ഭാഗമാണ്. അടിച്ചു പൊളിക്കുന്നതോടൊപ്പം നാട് നന്നാക്കാനുള്ള ബാധ്യതയും യങ് ഇന്ത്യൻസിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യങ് ഇന്ത്യൻസിനെ പറ്റി കൂടുതൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയണമെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക, ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. സോ അതുവരെ താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ.